ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ മത്സരത്തിന് ഇറങ്ങിയാണ് ഈ സീസണിൽ. പഞ്ചാബ് FC യാണ് എതിരാളികൾ. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 7:30-നാണ് മത്സരം. തിരുവോണ ദിവസത്തിലെ അവശ്യ സർവീസുകളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് കാണികളുടെ എണ്ണം അത് പകുതിയായി കുറച്ചിട്ടുണ്ട്. മലയാളികളുടെ മഹോത്സവ ദിവസത്തിന്റെ സമാപന രാവിലാണ് കൊമ്പന്മാർ അരങ്ങേറ്റ മത്സരത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ 3 വർഷമായി കണ്ടു പരിചയിച്ച ബ്ലാസ്റ്റേഴ്സ് അല്ല ഇത്തവണ. കോച്ചിനും പ്രധാന കളിക്കാർക്കും വരെ മാറ്റം. സ്വീഡിഷ് പരിശീലകൻ മിഗായൽ സ്റ്റാറെ, വിംഗർ സ്ട്രൈക്കർ നോവ സതൂയി, സ്ട്രൈക്കർ ഹെസ്യൂസ് ഹിമായിനെ, ക്യോമ പെപ്രെ എന്നിവരെല്ലാം ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ മുഖമാകും. ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ തന്നെയാണ് ടീമിന്റെയും പരിശ്രമം. I'm here to work, so we're discussing this kind of things with my staff and the director, in time. But but you don't know what happens in football. It can be, depending on the games, depending on the performance. This is a rule that we can just address 4 foreigners, and then we can. And then you can swap them, right? And it's a rule, and I'm completely aware about that. And then it's up to me to handle it. But for me, it's like with the domestic players, you have to be spot on. We have many competitive players in our squad, and it's up to the coach to be precise. തിരുവോണ ദിവസത്തിലെ നഗരത്തിലെ തിരക്ക് കണക്കിലെടുക്കാതെയാണ് ISL മത്സരം നിശ്ചയിച്ചതെന്ന പരാതിയുണ്ട്. ഇത് പരിഗണിച്ച് അവശ്യ സർവീസുകളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കാണികളുടെ എണ്ണം പകുതിയായി കുറച്ചു. ആള് കുറഞ്ഞാലും ടീം നേടുന്ന ഗോളിന് കുറവൊന്നുമുണ്ടാകല്ലേ എന്നാണ് ആരാധകരുടെ പ്രാർത്ഥന. ബ്ലാസ്റ്റേഴ്സിന് ആരാധകർ നൽകിയ ഒരു പിന്തുണ പോലെ ISLൽ മറ്റൊരു ടീമിനും ആരും പിന്തുണ നൽകിയിട്ടുണ്ടാവില്ല. എങ്കിലും ആരാധകരുടെ ആവേശത്തിനൊപ്പം നിൽക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ഇത്രയും സീസണിൽ കഴിഞ്ഞോ എന്നത് വലിയ സംശയമാണ്. കാരണം ഇപ്പോഴും കിരീടമോഹം എന്നത് ബാക്കി നിൽക്കുകയാണ്. ഈ സീസണിലെങ്കിലും ആരാധകർക്ക് തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് ഉയരാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.